കുട്ടികൾക്ക് അല്ലെങ്കിൽ അഡൽട്ട്സിനാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കൺജെൻറ്റൽ ഹാർട്ട് ഡിസീസായിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് സിംറ്റംസ് എന്താ കാണാറ്? ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന അസുഖങ്ങൾ എന്താണ്? കോമൺ ആയിട്ട് കാണുന്ന അസുഖങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിലെ ഹോളാണ്. ഹാർട്ടിൻ്റെ മുകളിലത്തെ അറയുടെ ഇടയിൽ ഭിത്തിയിലെ ഹോളിന് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് നമ്മൾ പറയും. താഴത്തെ അറയുടെ ഇടയിൽ ഭിത്തിയിലെ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന ഹോൾ. ഈ രണ്ട് അസുഖങ്ങളാണ് കോമൺ ആയിട്ട് കാണുന്നത്. ഇതിൻ്റെ സിംറ്റംസ് പറയുകയാണെങ്കിൽ പലപ്പോഴും അസിംറ്റമാറ്റിക് സിംറ്റംസ് ഒന്നും ഇല്ലാതെ പീഡിയാട്രീഷ്യൻ നോക്കിയപ്പോൾ പനി ചുമ എന്തോ പീഡിയാട്രീഷ്യനെ കാണാൻ പോയപ്പോൾ പീഡിയാട്രീഷ്യൻ നോക്കിയപ്പോൾ ഹാർട്ടിൽ ചെറിയ സൗണ്ട് വേരിയേഷൻ കണ്ടു. അതുകൊണ്ട് എക്കോ ചെക്ക് ചെയ്യിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. കുറച്ച് ശതമാനം ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരാണ്. പിന്നെ വേറെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് പനി ചുമ കഫക്കെട്ട്, കൊച്ചു സാധാരണ നോർമലായിട്ട് വെയിറ്റ് ഗെയിൻ പോരാ, പിന്നെ കുറച്ച് കളിക്കുമ്പോൾ കുറച്ച് കിതപ്പ് പോലെ തോന്നുന്നു, അങ്ങനത്തെ സിംറ്റംസ് ആയിട്ട് വരുന്ന കുട്ടികളുമുണ്ട്. ഡോക്ടർ അന്നു, കോമൺ ആയിട്ടുള്ള അസുഖത്തിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചികിത്സാ രീതി എങ്ങനെയാണ്? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർക്ക്? മുകളിലത്തെ അറകൾ തമ്മിലുള്ള ഹോളുള്ളപ്പോഴത്തേക്കും യൂഷ്വലി ഒരു 2-5 വയസ്സിനിടയ്ക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അതോ മുതിർന്നവരായിട്ട് വേറെ ഏജിൽ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യില്ല, അപ്പം തന്നെ ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യാറാണ് പതിവ്. പല ആൾക്കാരും നമ്മുടെ ഒബലി വരുമ്പോൾ ചോദിക്കാറുണ്ട്, അത് ഈ ഹോള് മാറ്റത് മെഡിസിൻ കഴിച്ചാൽ മാറുമോ, അതോ വേറെ എന്താ ചികിത്സാ രീതി, ഓപ്പറേഷൻ ആണോ, അതോ കീ ഹോൾ പോലെ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് ഡോക്ടർ അതിനെ പറ്റി? മെഡിസിൻ കഴിച്ചാൽ മാറുമോ എന്നുള്ളതിനുള്ള ഉത്തരം ഞാൻ എപ്പോഴും പേഷ്യൻ്റ് പറയുന്ന ഉത്തരം ഇതാണ്. ഒരു കയ്യോ കാലോ ഇല്ലാത്ത കുട്ടിക്ക് നമ്മൾ ചോദിക്കാറില്ല മരുന്ന് കഴിച്ചാൽ കയ്യോ കാലോ തിരിച്ച് വളരുമോ എന്നുള്ളത്. അതേപോലെ തന്നെ ചില ഹോള് കാണുമ്പോൾ നമുക്ക് അറിയാം അത് അടയില്ല എന്നുള്ളത്. അപ്പോൾ അൺലൈക്ലി അത് ഒരു ഏജ് കഴിഞ്ഞ് വലിയ ഹോളാണെങ്കിൽ അത് അടയാനായിട്ട് മെഡിസിനില്ല. നമ്മളത് ഈതർ സർജറി അല്ലെങ്കിൽ കീ ഹോളായിട്ട് നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. പണ്ടൊക്കെ കൂടുതലും സർജിക്കലായിരുന്നു, പക്ഷെ ഇപ്പോൾ നമ്മൾ യൂണിറ്റിൽ കൂടുതലായിട്ടും നമ്മൾ സർജറി അവോയ്ഡ് ചെയ്ത് കീ ഹോളായിട്ട് മോസ്റ്റ് ഓഫ് ദി ഹോൾസ് അടയ്ക്കാൻ പറ്റാറുണ്ട് നമുക്ക്.